ഹലോ എവ്രിബഡി, വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്ന് നിങ്ങൾക്കായിട്ട് ഒരു സ്പെഷ്യൽ പ്ലേസാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ ഒരു പ്ലേസ് എന്ന് പറയുന്നത് നമ്മുടെ ഷാർജയിലാണ്. ദുബായ് ഷാർജ ഏകദേശം ഒരു ബോർഡറിലായിട്ട് വരും, പക്ഷേ ഷാർജയ്ക്ക് അകത്തായിട്ടാണ് സ്ഥലം. ഇതിൻ്റെ പേര് നൂർ ഐലൻഡാണ്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറിയൊരു മാൻമെയ്ഡ് ഐലൻഡാണിത്. അതിലേക്ക് നമുക്ക് ധാരാളം ഫ്ലവേഴ്സ്, അതേമാതിരി പ്ലാന്റിങ്സ്, കാറ്റസ് കാര്യങ്ങൾ, അങ്ങനത്തെ നമ്മൾ നാട്ടിൽ കാണാത്ത പല ചെടികളും കാര്യങ്ങളും നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ നമുക്കൊരു കാര്യം കൂടി ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചെറിയൊരു ബട്ടർഫ്ലൈസിൻ്റെ ഒരു ചെറിയ ബോക്സ് ഉണ്ട്. ബോക്സ് എന്ന് വെച്ചാൽ ഒരു ചെറിയൊരു കൂട് പോലെ ഒരു സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്ക് വെറൈറ്റി ബട്ടർഫ്ലൈസ് നമുക്ക് അവിടെ കാണാൻ പറ്റും. നല്ല അടിപൊളി സ്ഥലമാണ്. ഞാൻ അന്വേഷിച്ച് വന്നപ്പോൾ ഞാനിപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. ഇവിടുത്തെ തിരക്ക് നമുക്കിപ്പോൾ ഇത് കാണാം. ഇതാണ് നമുക്ക് ആ ഒരു പ്ലേസിൻ്റെ ഫ്രണ്ട് പോർഷനായിട്ട് വരുന്നത്. അവിടെ നമുക്ക് ആ ഒരു ഏരിയയിൽ നമുക്ക് ടിക്കറ്റ് കൗണ്ടർ കാണാം. നല്ല തിരക്കാണ് ഇന്ന്. കഴിഞ്ഞാൽ അവിടെ ഒരു ബ്രിഡ്ജ് കാണാം. ആ ബ്രിഡ്ജ് ക്രോസ് ചെയ്തിട്ടാണ് ഐലൻഡിലോട്ട് പോകുന്നത്. ആ ഇത്രയും കാണുന്ന പോർഷനാണ് ഇത്ര ചെറിയൊരു ഐലൻഡ്. ഇതാണ് നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ വരുന്നത്. ഇവിടെ നല്ല ക്രൗഡഡ് ആണ്. നമുക്ക് ഈ ബ്രിഡ്ജിൽ കൂടെ വേണം ടിക്കറ്റ് എൻട്രി എടുത്ത്. അവിടെ ചെക്കിംഗ് ഉണ്ട്. ചെക്കിങ് കഴിഞ്ഞ് നേരെ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് നമ്മുടെ ഐലൻഡിലോട്ട് എത്തി. ഇവിടെ ക്യൂ, അത്യാവശ്യം നല്ല ക്യൂ ഉണ്ട്. ഇതിപ്പോൾ നമ്മുടെ ഏട്ടനെ കാണാം. ഏട്ടനെ പരിചയപ്പെടാം. ഇതാണ് മിസ്റ്റർ ആൻവി. മാസ്ക് ഒന്ന് നൈസായിട്ട് മാറ്റി. ദിസ് ഈസ് അവർ ഗായ്. അപ്പോൾ ഞാനിപ്പോൾ ഏട്ടൻ്റെ ഒപ്പമാണ് വന്നത്. എൻ്റെ റിലേറ്റീവാണ്. നമ്മളിപ്പോൾ ടിക്കറ്റ് എടുത്തിട്ട് ബാക്കി കാര്യങ്ങൾ നേരം കാണാം. Look at people and I wonder all day, who are you and you are not the one in your way. And then I think about myself and I stayed. I'm a pretty boss, look on my guys. അങ്ങനെ നമ്മൾ ഐലൻഡിനകത്തെത്തി. ഇവിടുന്ന് അത് ഔട്ട് വരുന്ന വഴിയാണ്. നമ്മൾ ഈ റൂട്ടിൽ കൂടെയാണ് ഫസ്റ്റ് പോകുന്നത്. സ്ഥലം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഉള്ളിലാണ് നമുക്ക് പറഞ്ഞിരുന്ന ബട്ടർഫ്ലൈസിൻ്റെ ഹൗസ് കേട്ടോ. നമുക്കപ്പോൾ ഫസ്റ്റ് തന്നെ അതിനകത്ത് കയറാം. ഇവിടെ ക്ലോസിങ് ടൈം ആവാറായി. ഒരു 20 മിനിറ്റ്സ് ബാലൻസ്. പുറത്ത് ഇവിടെ നിന്ന് സ്നാക്സ് കാര്യങ്ങൾ കഴിക്കാനുള്ള സംവിധാനമൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ചെറിയ രീതിയിലുള്ള ഫൗണ്ടനും കാര്യങ്ങളും ഈ ഇതിന് ചുറ്റും റെഡിയാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ കൂട് കാണാം. അതിൻ്റെ മുട്ടയിൽ നിന്ന് വിരിഞ്ഞ് വരുന്ന ഒരു പ്രൊസീജിയർ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. അതിൻ്റെ മുട്ടകളും കാര്യങ്ങളാണ് വിരിഞ്ഞിട്ടുള്ളതിൻ്റെ. പല സ്ഥലങ്ങളിൽ നിന്നായിട്ടുള്ള കൊടുന്നിട്ടുള്ള എഗ്സാണ് ഇതിൻ്റെ. താഴെ ഒരു പറ്റം ബട്ടർഫ്ലൈസ് ഇരിക്കുന്നുണ്ട്. ഇതാ നോക്ക്, ബട്ടർഫ്ലൈസ് ഇരിക്കണ നോക്ക്. കൈ കൊണ്ട് നിൽക്കാലും അനങ്ങത്തില്ല. ഏതാണ്ട് ഒരു ബട്ടർഫ്ലൈ കാർഡ് എന്ന ഒരു കോൺസെപ്റ്റാണ് ഇവിടെ വരുന്നത്. ഇല്ലല്ല, പ്ലാസ്റ്റിക് ഒന്നുമല്ല, ജീവനുണ്ടോ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇതാ പറഞ്ഞു പ്ലാസ്റ്റിക്കാണെന്ന് ഇടയ്ക്ക് ഡൗട്ട് പോലും വന്ന് അനങ്ങാതെന്നപ്പോൾ. അയ്യോ, ഒന്ന് കിടക്കുന്ന നോക്ക്, പാവം. എന്ത് ഭംഗിയാ നോക്ക്. അതെന്തോ ആക്സിഡൻ്റ് ആയിട്ടുണ്ടാവും. ഇതിൻ്റെ പുറം ഭാഗം ചിറകിൻ്റെ ഒരു വശം ഒരു ഡിസൈനാണ്. ഉൾഭാഗമാണ് കാണാൻ അടിപൊളിയിട്ടാണ്. ഒരു രക്ഷയില്ലാത്ത സംഭവമാണ്. ഇങ്ങനെ ഇരിക്കുമ്പോൾ അതിൻ്റെ ഉൾഭാഗം നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ആ ഒരു ബ്ലൂ കളർ കാണാം, ബ്ലൂ ഷെയ്ഡ്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. അത് നിങ്ങൾ നേരത്തെ ഒരു ഇത് കിടന്നിരുന്ന് കണ്ടായിരുന്നല്ലോ, അതുപോലെയാണ് അതിൻ്റെ വരുന്നത്. നമുക്കിനിപ്പോൾ ഇവിടുത്തെ ടൈം ഏതാണ്ട് തീർന്നു. അടുത്ത എക്സിറ്റിലെത്തി.
നമുക്കിനി ബാക്കി കാര്യങ്ങൾ കാണാം. ഫ്ലവേഴ്സും അതിൻ്റെ ഗാർഡനിങ്. ചെറിയൊരു ഡിസപ്പോയിൻമെൻ്റ് ഉണ്ട്, വേറെ ഒന്നല്ല. നമുക്ക് ഫ്ലവേഴ്സ് കാര്യങ്ങളൊക്കെ ഞാൻ ഒത്തിരി കൂടെ പ്രതീക്ഷിച്ചു, പക്ഷെ അത്ര അധികം ഇല്ല. എന്നിരുന്നാലും കുറേ ചെടികളുണ്ട്, പല ടൈപ്പ് ചെടികൾ, വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങൾ കുറേ ഉണ്ട്. പിന്നെ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന നമ്മൾ കുറേ ടൈപ്പ് സാധനങ്ങളുണ്ട്, അങ്ങനെ കുറച്ചുണ്ട്. പിന്നെ ആകെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബട്ടർഫ്ലൈസിൻ്റെ ഒരു കാര്യമുണ്ട്, അത് അടിപൊളിയായിരുന്നു. അത് കുഴപ്പമില്ലാത്ത രീതിയിൽ ഉണ്ടായിരുന്നു. കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള മരങ്ങൾ കാര്യങ്ങളൊക്കെ പരിചയപ്പെടാം. ഈ കാണുന്ന ട്രീയാണ് നമുക്ക് സിൽക്ക് ഫ്ലോസ് ട്രീ എന്ന് പറയുന്നത്. ഈ ഒരു കാണുന്നത് ഒരു 100 വർഷത്തിൻ്റെ അടുത്ത് പഴക്കമുള്ള ഒരു ട്രീ ആണ്. ഇതിൽ പൂക്കളിപ്പോൾ ഇല്ല. പൂക്കളതിൻ്റെ സീസൺ വരുന്നത് ഫെബ്രുവരി മെയ് ആ ഒരു ടൈമിലാണ്, അതിനിടയിലാണ് ഇതിൻ്റെ പൂക്കളിടുന്ന ടൈം. ഇതൊരു 25 മീറ്റർ ആ ഒരു ഉയരത്തിൽ ഈ ഒരു മരം വളരുള്ളൂ. അതാണ് അതിൻ്റെ ഒരു മാക്സിമം ഉയരം. നല്ല തിക്കായിട്ടുള്ള റൂട്ട് കാര്യങ്ങളൊക്കെയാണ് പോകുന്നത്. താഴ്വശം എന്തായാലും ഇവിടുന്ന് പെട്ടെന്ന് തന്നെ സ്കൂട്ടാവാൻ നോക്കാം. ഇവിടെ എനിക്ക് വലിയ ഇതായിട്ട് തോന്നിയില്ല. എന്നിരുന്നാലും കുഴപ്പമില്ലാത്തൊരു പ്ലേസാണ്. ഒരു ഈവനിങ് ടൈമൊക്കെ അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു പ്ലേസാണ്. പക്ഷേ പൈസ കൊടുക്കണം, അതിനും ചാർജസ് കാര്യങ്ങളുണ്ട്. നമുക്ക് ഒരു അടിപൊളി ഫോറസ്റ്റ് ഒരു ടൈപ്പാണ് ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. ഇവിടെ നടുവിൽ തന്നെ കുറേ പ്ലാന്റേഷൻസ് കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അവർ. ഇവിടെ ഫുള്ള് ഫോട്ടോ സെഷനൊക്കെയാണ്. അവിടെ വേറെ നമുക്കൊരു വെറൈറ്റി സംഭവം കാണാം. എന്താണെന്ന് നമുക്ക് അവിടെ പോയി നോക്കാം. ഗൈസ്, അങ്ങനെ നമുക്ക് ഇവിടെ വേറൊരു ഐറ്റം കണ്ടെത്തിയിട്ടുണ്ട്. നമുക്ക് ഫോസിൽ റോക്സ് ആണിത്. ഒരു 300 മില്യൺ ഇയേഴ്സിൻ്റെ ഒരു പഴക്കമുണ്ട് ഇതിന്. 200 കിലോളം വെയിറ്റ് വരുന്നുണ്ട്. അതിൻ്റെ ഒരു കട്ട് ചെയ്തിട്ടുള്ള പോർഷനാണ് ആ കാണുന്നത്. ഇവിടെ ലൈറ്റിംഗ് ഒക്കെ കൊടുത്ത ഒരു സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ വേറൊരു സംഭവം കണ്ട് വിൻഡ് ഇമേജസ് ഫ്ലാഗ്സ് എന്നാണ്. നമുക്ക് ഓസ്ട്രിയ എന്ന സ്ഥലത്താണ് ഇത് നിർമ്മിച്ചത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കണ്ടുപിടിച്ച സംഭവമാണ് വിൻഡ് ഇമേജസ് എന്നുള്ളത്. ഇതൊരു എന്താ പറയുക, ഒരു ഐലൻഡിൻ്റെ നാച്ചുറൽ സ്പിരിറ്റിനെ സിംബലൈസ് ചെയ്തിട്ടാണ് നമുക്കിത് ഫ്ലാഗ്സ് അവരുണ്ടാക്കിയത്. നമുക്കിവിടെ കാണാം 4 ഫ്ലാഗ്സ് ആയി തുടങ്ങി. നമ്മൾ പയ്യെ സ്കൂട്ടാവാനുള്ള സെറ്റപ്പാണ്. കിളികളുടെയും സൗണ്ട് അടിപൊളിയായിട്ട് കേൾക്കാം. അടിപൊളി സൗണ്ട് കേട്ടോ കിളികളുടെ. എന്ത് രസമാണ് നമുക്ക് കേൾക്കാനായിട്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവില്ലേ, നാട്ടിലൊരു വൈകുന്നേരം ഒരു 6 മണി 6:30 7 മണി ആയ ഒരു സൗണ്ട് ഉണ്ടാവില്ലേ, ഈ കുറേ പറമ്പ് കാട് അങ്ങനത്തെ, അല്ലെങ്കിൽ ഈ കുറേ പാടങ്ങളുടെ അടുത്തൊക്കെ അതുമാതിരി ഒരു സൗണ്ടാണ്. ആ ഒരു അറ്റ്മോസ്ഫിയറാണ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നത്. ഇത് പക്ഷേ ഒരു പുഴയുടെ സൈഡ്, നമുക്ക് പ്രതീക്ഷിക്കാമല്ലോ എത്രത്തോളം സൗണ്ട്. നല്ല അടിപൊളി അറ്റ്മോസ്ഫിയർ ആയിരിക്കുന്നു. ഇത് നമ്മൾ നേരത്തെ വന്ന ബട്ടർഫ്ലൈസിൻ്റെ ആ ഹൗസിൻ്റെ ഭാഗമായിരുന്നു. ലൈറ്റൊക്കെ ഓഫ് ചെയ്തു, ഇവിടെ ക്ലോസ് ചെയ്തു. ബട്ടർഫ്ലൈസൊക്കെ കിടന്നുറങ്ങി തോന്നുന്നു. അത് അനക്കുണ്ടോ നോക്കാം ആരെങ്കിലും. ഒരാൾ ഇതേ ഉറങ്ങിയിട്ടില്ല, ഇതേ പറന്ന് കളിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ അവിടെ കണ്ടുപോലെ തന്നെ ഒരു മരം കൂടെ ഇവിടെ നമുക്ക് കാണാം. ഇതിപ്പോൾ ലൈറ്റിംഗ് ഒക്കെ ഇട്ട് അടിപൊളി സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഹൈറ്റ് നോക്ക്. താഴ്ഭാഗം ഭയങ്കര തിക്കായിട്ടുള്ള ഭാഗമാണ്, ഭയങ്കര തടി കൂടിയിട്ടുള്ള ഭാഗമാണ്. മേലോട്ട് പോകുന്നതോറും അതിൻ്റെ തടി കുറഞ്ഞ് ആ ഒരു ലെങ്ത്ത് വരെ ഉണ്ടല്ലോ. ബാക്കി പോർഷനൊക്കെ കട്ട് ചെയ്താണ്. നമുക്ക് ഈ സൈഡിലായിട്ട് ഒരു പ്ലേ ഗ്രൗണ്ടൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ കുറച്ച് എന്താ പറയുക, സർക്കസിൻ്റെ ഒക്കെ ടൈപ്പ് സംഭവങ്ങൾ കാണാം. റോപ്പ് സൗണ്ടുള്ള കളിയാണ് മൊത്തം അവിടെ. പിന്നെ കോളം സ്കൾപ്ചർ എന്ന് പറഞ്ഞിട്ട് സംഭവം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ കുറച്ച് എന്താ പറയുക, പെയിൻറ്റ് ചെയ്തിട്ടുള്ള തടികളാണെന്ന് തോന്നുന്നു, അതോ മെറ്റലിൻ്റെ പൈപ്പുകളാണ് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 400 സെൻറ്റിമീറ്ററോളം ഹൈറ്റിലുള്ള സംഭവമാണ്, 200 സെൻറ്റിമീറ്റർ ഡയമീറ്ററിൽ. പിന്നെ വേറൊരു വെറൈറ്റി സംഭവം ഇവിടെ ഉണ്ട്. എന്തോ വിശ്രമിക്കാനുള്ള സെറ്റപ്പാണ് ഇവിടെ. നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ട്, ബ്ലൂ ലൈറ്റ് ബാക്ക്ഗ്രൗണ്ട് സെറ്റപ്പായിട്ട്. Quiet with a big mouth, listen for the doubt, then call it. Make you out for what you say to me. Look at every single need. If you got what I need, then oh. ഒരു സംഭവം നിങ്ങൾക്ക് കാണാൻ പറ്റും.
ഇതിൽ നിങ്ങൾക്ക് നാട്ടിലെങ്ങും കാണാൻ പറ്റില്ല. ഇത് കാറ്റസ് ആണ്. നമുക്ക് മെയിൻലി കോമൺ ആയിട്ട് എന്താ പറയുക ഡെസേർട്ടിൽ കാര്യങ്ങളിൽ കണ്ടുവരുന്നതാണ്. ഓൾറെഡി നമ്മുടെ ലൈറ്റിംഗ് ഒക്കെ പോയി. അവരിട്ടേക്കണ ലൈറ്റ് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. I'll take you on like a big deal. Legs you can unfeel, key in ignition. Just keep me full like I had a meal once in a while. Feel alright. I know you like it, can't fight it. I might let you ride the wave. I'm New York. ഗൈസ്, അപ്പോൾ നമ്മുടെ അൽനൂർ ഐലൻഡിലെ കാഴ്ചകൾ ഇതാ ഇവിടെ തീരുവാണ്. കിട്ടിയില്ല എന്നിരുന്നെങ്കിലും അല്ലേ തിരക്കേടില്ലാത്ത രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റി എന്ന് പറയാം നമുക്ക്. ഇപ്പോൾ ടൈം ഏതാണ്ട് 8 മണി ആവാറായി. നമുക്കപ്പോൾ വൈൻഡപ്പ് ചെയ്യുന്നത്തെ പ്രോഗ്രാം അടുത്ത പ്രാവശ്യം നമുക്ക് ഒരു ട്രിപ്പായിട്ട് നമുക്ക് കാണാം.